പിന്നെ മിസ്സായി. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? വെള്ളടിക്ക് പുല്ലാടാ. ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോളിങ് ക്രീം സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിൽ എടുത്തതായി. ഹലോ 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 ഹലോ, ആരാ മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ? ഹലോ. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ് ഞാനാടാ. ഹലോ, ഇവിടെ അടി നടക്കേട്. അതിന് വലിയ അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കൻ എന്ത് വിലന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ, പരുത്തിക്കോട്ട. പരുത്തിക്കെട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വേടാ, കാണിച്ചിടാ. അകത്തേറി കുനിച്ചിരുത്തി കൂമ്പിനടിക്കും. ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അപ്പൂപ്പ, ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ. അച്ഛാ, അച്ഛാ. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാർ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ തന്നെ തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളെ നിരപരാധികളായിട്ട് കാണും.
ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. മിണ്ടരുത്. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമിയൊലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ട് വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ ഫയലൊന്ന് നോക്കേ. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട. എനിക്ക് ആരായാലും ഇടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. അതല്ല സാർ, മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമലർത്തിയാല്. കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയെണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. വയ്ക്കോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വളരെ നന്ദിയുണ്ട് സാർ. ശരി. വാ പോവാം. ഡ്രസ് ചോദിക്കണ്ടേ? എന്താടാ ഇന്ന് പരിങ്ങണേ? അത് പിന്നെ ന്യൂഡാ. കൂടാ? കൂടെയല്ല, ഷർട്ടും മുണ്ടും. ഷർട്ടുമുണ്ട്? അല്ല, ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്. എടാ, നീയൊക്കെ അമേരിക്ക പോയപ്പോ ഫോറിനേഴ്സ് എന്ന് വിളിക്കടാ. ആ ഷർട്ടുമുണ്ട് എടുത്തോർത്തെ. അതൊക്കെ പോട്ടെ. ഇന്ന് ബാങ്കിൽ ചെന്ന ലോണിന്റെ ആദ്യ ഗഡു തരാമെന്ന് കൈമൾ സാർ പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? വണ്ടി കാണാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞ്. ഓ, അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ, എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച്, TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ, ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ഒക്കെ അങ്ങോട്ട് ആ, പിന്നെ ഓ, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേരെടുത്ത് പറഞ്ഞത് പുള്ളിക്കാരൻ വലിയ സന്തോഷായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും? എപ്പോഴേ കഴിഞ്ഞു? കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാകര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ചെല്ലു, സുധാരണ ഉണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ, നിനക്ക് തിരിച്ചടിക്കണമെന്നുണ്ടാ? ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പറുമായിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ? അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറുമായിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായി വെച്ച് തോന്നിവാസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തുണ്ട് സാർ. AC കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ. ഓ ശരി സാർ. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാ. അച്ഛാ, ആഹാ. എന്താ? ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഒന്ന് വിളിച്ചേ സാർ. ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ ഇങ്ങോട്ട് കേറിയുന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഞാൻ ഇടിച്ചോളാം. നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. കോൺ തിരട്ട് ബനാഹോനാ? ബനാനെ? ബനാനല്ല, ഹിന്ദിയില്. അച്ഛാ. കോൺ തിരട്ട് ബനാഹോനാ? കുച്ചിനായി കർത്താ സാബ്. അയ്യോ, എന്താടാ ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. കർത്തവനാ? അയാളുടെ പയറുമണി പോയിന്ന്. പയറുമണിയാണ് നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. മേരാച്ചാ? അച്ഛാ, എടാ തന്നെ